ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫിസിക്സിലെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കുക എന്നതാണ്. ഞാനിത് ഒരു ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ, ഒന്നാമത്തത് മാസ് ഓഫ് പാർട്ടിക്കിൾ, രണ്ടാമത്തത് ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ, അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ എഫ് പ്രപ്പോർഷണൽ ടു എം റൈസ് ടു എക്സ് എന്ന് എഴുതുകയാണ്. എന്തുകൊണ്ടാണ് ഈ എം റൈസ് ടു എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയില്ല എന്ന് വയ്ക്കാം. അപ്പോൾ എഫ് ഈക്വൽ ടു എം എന്നാകാം ഇക്വേഷൻ, എഫ് ഈക്വൽ ടു എം സ്ക്വയർ എന്നാകാം ഇക്വേഷൻ, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എം ക്യൂബ് എ ക്യൂബ് എന്നാകാം ഇക്വേഷൻ. ഇതിലേതാണ് കറക്റ്റ് ഇക്വേഷൻ നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എം റൈസ് ടു എത്രയാണ് വരുന്നതെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് അവിടെ എക്സ് എന്നെടുത്തത്. അതുപോലെ തന്നെ എഫ് പ്രപ്പോർഷണൽ ടു ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എ റൈസ് ടു വൈ, അതെന്തുകൊണ്ടാണ്? എയുടെ പവർ എത്രയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല, അത് ഡിറൈവ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? എഫ് പ്രപ്പോർഷണൽ ടു എം റൈസ് ടു എക്സ് എ റൈസ് ടു വൈ ഇങ്ങനെ വരും അല്ലേ. ഈ പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റി ഈക്വൽ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ പല ക്ലാസ്സുകളിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഓംസ് ലോ, വി പ്രപ്പോർഷണൽ ടു ഐ ആണ്. അപ്പോൾ അത് ഈക്വൽ ടു ആക്കുമ്പോൾ എന്താ വരിക? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് വി ഈക്വൽ ടു ഐ ആർ എന്ന് വന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കെ എഴുതുകയാണ്. എം റൈസ് ടു എക്സ് എ റൈസ് ടു വൈ. ഈ കെക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല, ഇത് ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എൽ ടി റൈസ് ടു -2 ആണെന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അതായത് ഇത് എം എൽ ടി റൈസ് ടു -2 ആണെങ്കിൽ ഇതെന്തായിരിക്കണം? എം എൽ ടി റൈസ് ടു -2 ആയിരിക്കണം. ഇനി കെക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ, അപ്പം ഞാൻ അത് എഴുതുന്നില്ല. എം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ആണല്ലേ, അതിൻ്റെ ഡയമെൻഷൻ എം ആണ്. അപ്പോൾ എം റൈസ് ടു എക്സ്. ആക്സിലറേഷൻ്റെ എന്താണ്? എൽ ടി റൈസ് ടു -2 ആയിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൽ ടി റൈസ് ടു -2, അതിന് മൊത്തം റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ റൈസ് ടു വൈ ടി റൈസ് ടു, ഇവിടെ എന്താ വരിക? -2 × വൈ, -2y. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം റൈസ് ടു 1. ഇവിടെയോ എം റൈസ് ടു എക്സ് ആണല്ലേ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ റൈസ് ടു 1 ആണ്. ഇവിടെയോ എൽ റൈസ് ടു വൈ. ഇതിൽ നിന്ന് നമുക്ക് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ എക്സും വൈയും കിട്ടി. ഇനിയിപ്പോൾ ടി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ? വൈ ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് പിന്നെയും പോകാം. എഫ് ഈക്വൽ ടു കെ എം റൈസ് ടു എക്സ് എ റൈസ് ടു വൈ, അതല്ലായിരുന്നോ നമ്മുടെ ഇക്വേഷൻ? അത് ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു കെ എം റൈസ് ടു എക്സ് 1 ആണെന്നറിയാം, വൈ 1 ആണെന്നറിയാം. അതായത് എഫ് ഈക്വൽ ടു കെ എം എ. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. കെയുടെ വാല്യൂ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ അത് നമുക്ക് ഈ മെത്തേഡിലൂടെ കണ്ടെത്താൻ പറ്റില്ല. ഇതാണ് ഈ മെത്തേഡിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ കൺവെൻഷനലി കെയിനെ 1 എന്നെടുത്ത് എഫ് ഈക്വൽ ടു എം എ എന്നാണ് എഴുതുന്നത്. അതായത് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കിയപ്പോൾ കെയുടെ വാല്യൂ 1 എന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് എഫ് ഈക്വൽ ടു എം എ എന്ന് തന്നെ എഴുതുന്നത്. ഇനി ഞാൻ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇ ഈക്വൽ ടു എം സി ആണോ, അല്ലെങ്കിൽ ഇ ഈക്വൽ ടു എം സ്ക്വയർ സി സ്ക്വയർ എന്നാണോ, ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്നാണോ, ഇ ഈക്വൽ ടു എം സി ക്യൂബ് എന്നാണോ എന്നൊന്നും അറിയില്ല. ഇതിലേതാ കറക്റ്റ് എന്ന് അറിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കുട്ടിക്ക് ആകെ അറിയാവുന്ന കാര്യം എനർജി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ മാസ്, അതുപോലെ തന്നെ എനർജി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ സ്പീഡ് ഓഫ് ലൈറ്റ്. ഈ രണ്ട് കാര്യമേ അറിയാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ എം റൈസ് ടു എക്സ്, ഇതിനെ സി റൈസ് ടു വൈ എന്ന് എടുക്കാം അല്ലേ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ഈ പ്രപ്പോർഷണൽ ടു എം റൈസ് ടു എക്സ് സി റൈസ് ടു വൈ. ഇനി ഈക്വൽ ഇടണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എനർജിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 അല്ലേ. കെക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ, അപ്പോൾ ഞാൻ എഴുതുന്നില്ല. എം എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ, അപ്പോൾ എം റൈസ് ടു എക്സ്. സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എൽ ടി റൈസ് ടു -1. ഇത് റൈസ് ടു വൈ എന്ന് പറയുമ്പോൾ
എൽ റൈസ് ടു വൈ ടി റൈസ് ടു മൈനസ് 1y അങ്ങനെയല്ലേ വരിക. വൈ ടി റൈസ് ടു മൈനസ് 1y അതായത് -y. ഇനി നമുക്ക് നോക്കാം എമ്മും എമ്മും തമ്മിൽ നോക്കാം. എം റൈസ് ടു 1 ഇവിടെ എം റൈസ് ടു 1 അല്ലേ, ഈക്വൽ ടു എം റൈസ് ടു എക്സ്. അപ്പോൾ എക്സ് എത്രയാണ് 1. ഇനി അടുത്തത് നോക്കാം എൽ റൈസ് ടു 2 ഈക്വൽ ടു എൽ റൈസ് ടു വൈ. അപ്പോൾ വൈ എത്രയാണ് 2. നമുക്ക് എക്സും വൈയും കിട്ടിയല്ലോ. അപ്പോൾ ഇനി ടിയുടെ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളിവിടെ എടുത്ത ഇക്വേഷൻ എന്തായിരുന്നു, ഈക്വൽ ടു കെ എം റൈസ് ടു എക്സ് സി റൈസ് ടു വൈ. എക്സിന് പകരം 1 ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ, വൈക്ക് പകരം 2 ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഈക്വൽ ടു കെ എം റൈസ് ടു 1 അതായത് എം തന്നെ സി സ്ക്വയർ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു കെയുടെ വാല്യൂ നമുക്ക് ഈ മെത്തേഡിലൂടെ അറിയാനായിട്ട് പറ്റില്ല. എക്സ്പെരിമെന്റലി കെ 1 ആണ് വരുന്നത്, അതുകൊണ്ട് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് പെൻഡുലം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ലെങ്ത് ഓഫ് പെൻഡുലത്തെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ടൈം പീരീഡിനുള്ള എക്സ്പ്രഷൻ അതായത് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ടൈം പീരീഡിനെ ഞാൻ ടി എന്ന് എഴുതുകയാണ്. ടി എന്തിന് പ്രപ്പോർഷണലാണ്? ലെങ്ത് ഓഫ് പെൻഡുലം. അതിന് ഞാൻ എൽ എന്ന് എടുക്കുകയാണ്. ഇത് സ്മോൾ ലെറ്റർ എല്ലാണോ ക്യാപിറ്റൽ ലെറ്റർ എല്ലാണോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ മിക്കവാറും തന്നിട്ടുണ്ടാവും. ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറയുമ്പോൾ എൽ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി, ഇതൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ എൽ റൈസ് ടു എക്സ് എന്ന് എടുക്കാം. ഇനി ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡഡ് ആണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതായത് ജി റൈസ് ടു വൈ എന്നെടുക്കാം. ഇനി ഇത് ഒരുമിച്ച് എഴുതാമല്ലോ. ടി പ്രപ്പോർഷണൽ ടു എൽ റൈസ് ടു എക്സ് ജി റൈസ് ടു വൈ. ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, എൽ റൈസ് ടു എക്സ് ജി റൈസ് ടു വൈ. ഇനി ഡയമെൻഷൻസ് എഴുതാം. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് ആണ്, ഒരു തരം ടൈം ആണ്. അപ്പോൾ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ടി ഈക്വൽ ടു കെക്ക് ഡയമെൻഷൻ ഇല്ല. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം അതായത് ഒരു നീളമാണ്. അപ്പോൾ എൽ റൈസ് ടു എക്സ്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ്റെ എന്തായിരുന്നു? എൽ ടി റൈസ് ടു -2. അത് റൈസ് ടു വൈ ആണിപ്പോൾ വരുന്നത്, അതായത് എൽ റൈസ് ടു വൈ ടി റൈസ് ടു -2y. അപ്പോൾ അതിവിടെ എഴുതുകയാണ്. എൽ റൈസ് ടു വൈ ടി റൈസ് ടു -2y. ഇത് രണ്ടും എൽ അല്ലേ, അപ്പോൾ എനിക്കിത് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എൽ റൈസ് ടു എന്തെന്ന് വരും? എക്സ് പ്ലസ് വൈ ടി റൈസ് ടു -2y ഇങ്ങനെ വരും. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ടി ഇവിടെ ടി റൈസ് ടു 1 ആണ്, ഇവിടെയോ ടി റൈസ് ടു -2y ആണ്. ഇതിൽ നിന്ന് 1 ഈക്വൽ ടു -2y എന്ന് കിട്ടും, അല്ലെങ്കിൽ y ഈക്വൽ ടു 1/-2 അതായത് -1/2. അപ്പോൾ y എനിക്ക് -1/2 എന്നാണ് കിട്ടിയത്. ഇനി ഇവിടെ എൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ എൽ റൈസ് ടു 0 ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എൽ റൈസ് ടു 0, ഇവിടെയോ എൽ റൈസ് ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ 0 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. വൈ എത്രയാണെന്ന് ഇപ്പോൾ കിട്ടിയായിരുന്നു? -1/2. ഈ -1/2ന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 0 + 1/2 ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു +1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഈക്വൽ ടു കെ എൽ റൈസ് ടു എക്സ് ജി റൈസ് ടു വൈ. എക്സും വൈയും എന്താണെന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇംപ്ലൈസ് ടി ഈക്വൽ ടു കെ എൽ റൈസ് ടു 1/2 ജി റൈസ് ടു -1/2. ഇനി എന്തെങ്കിലും ഒരു സാധനം റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 9 റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം √9 എന്നാണ്. 9 റൈസ് ടു -1/2 എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം 1/√9 എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു കെ എൽ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √L ആണ്. ജി റൈസ് ടു -1/2 എന്ന് പറഞ്ഞാലോ ഇങ്ങനെ വരും. ഇതിനെ ഒരുമിച്ച് എഴുതിയാൽ ടി ഈസ് ഈക്വൽ ടു കെ √L/G എന്ന് എഴുതാലോ. കെയുടെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ നമുക്ക് ഇവിടം വരെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും കെയുടെ വാല്യൂ വരുന്നത് 2π എന്നാണ് കേട്ടോ. അപ്പോൾ ടി ഈക്വൽ ടു 2π√L/G എന്നാണ് വരുന്നത്. അത് നമുക്ക് ഈ മെത്തേഡിലൂടെ കണ്ടെത്താനായിട്ടാവില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരു സർക്കുലർ പാത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ ഉള്ളതാണ്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? മാസ് ഓഫ് പാർട്ടിക്കിൾ അതായത് സഞ്ചരിക്കുന്ന സാധനത്തിൻ്റെ മാസ്, റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ്, പിന്നെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ എഴുതാം. എഫ് പ്രപ്പോർഷണൽ ടു എം റൈസ് ടു എക്സ്, എഫ് പ്രപ്പോർഷണൽ ടു ആർ റൈസ് ടു വൈ, എഫ് പ്രപ്പോർഷണൽ ടു വി റൈസ് ടു ഇസഡ്. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ എഫ് പ്രപ്പോർഷണൽ ടു എം റൈസ് ടു എക്സ്, ആർ റൈസ് ടു വൈ, വി റൈസ് ടു ഇസഡ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഈക്വൽ ടു ഇട്ട് എഴുതാം. എഫ് ഈക്വൽ ടു കെ എം റൈസ് ടു എക്സ്, ആർ റൈസ് ടു വൈ, വി റൈസ് ടു ഇസഡ്. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എം എൽ ടി റൈസ് ടു -2 ആണല്ലേ. കെക്ക് ഡയമെൻഷൻ ഇല്ല. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസാണ്. അപ്പോൾ എം
റേസ് ടു എക്സ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, അതായത് ഒരു നീളമാണല്ലോ. അപ്പോൾ എൽ റേസ് ടു വൈ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1. അത് റേസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു ഇസഡ് ടി റേസ് ടു -1 ഇസഡ്, അതായത് ടി റേസ് ടു -z. അപ്പോൾ ഞാൻ അത് എഴുതുവാണ് ഇവിടെ. ഇനി ഇവിടെ രണ്ടിടത്തും എല്ലാം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുമിച്ച് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എം എൽ ടി റേസ് ടു -2 തന്നെയാണ്. ഇവിടെയോ? ഇനി ഇവിടെ എൽ രണ്ടിടത്തും ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് ഒരുമിച്ച് എഴുതിക്കൂടെ? എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ് ടി റേസ് ടു -z. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ എം ഉണ്ട്, ഇവിടെ എം ഉണ്ട്. ഇവിടെ എം റേസ് ടു 1 ആണ്, ഇവിടെയോ എം റേസ് ടു എക്സ് ആണ്. അപ്പോൾ 1 ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇവിടെ എൽ ഉണ്ട്, അപ്പോൾ എൽ റേസ് ടു 1 ആണ്. ഇവിടെയോ എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ് ആണ്. അതിൽ നിന്ന് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. വൈ ഇസഡിൻ്റെ വാല്യൂ കിട്ടിയില്ല. അപ്പോൾ അടുത്തത് നോക്കാം. ടി റേസ് ടു -2, ഇവിടെയോ ടി റേസ് ടു -z. അപ്പോൾ അതിൽ നിന്ന് -2 ഈക്വൽ ടു -z അല്ലെങ്കിൽ 2 ഈക്വൽ ടു z, അതായത് z ഈക്വൽ ടു 2 എന്ന് കിട്ടി. z 2 ആണെങ്കിൽ ഇവിടെ y എങ്ങനെ കണ്ടെത്താം? y പ്ലസ് ഇസഡിന് വരെ എത്രയെന്ന് എഴുതാം? 2 ഈക്വൽ ടു 1, അതായത് y ഈക്വൽ ടു 1 - 2 അഥവാ -1. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? f ഇസ് ഈക്വൽ ടു k m റേസ് ടു എക്സ് r റേസ് ടു y v റേസ് ടു z. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f ഇസ് ഈക്വൽ ടു k m റേസ് ടു 1 r റേസ് ടു -1 v റേസ് ടു 2, അതായത് എഫ് ഇസ് ഈക്വൽ ടു കെ എം റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എം തന്നെ, ആർ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താ? 1/r ആണല്ലേ, അതായത് 6 താഴെ വരും, v². അപ്പോൾ കെയുടെ വാല്യൂ അറിയില്ല. എഫ് ഇസ് ഈക്വൽ ടു കെ എം v²/r. ഇത്രയും ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇവിടെ കെയുടെ വാല്യൂ 1 ആണ് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുക, അതായത് എഫ് ഇസ് ഈക്വൽ ടു എം v²/r എന്നാണ് ശരിക്കുമുള്ള ഇക്വേഷൻ.